ഹാഫ് വേവ് ഡൈപോൾ ആന്റിന. ഹാഫ് വേവ് ഡൈപോൾ ആന്റിനയുടെ ഫീൽഡ്, റേഡിയേഷൻ റെസിസ്റ്റൻസ്, ഡയറക്ടിവിറ്റി, ഇത് മൂന്നെണ്ണമാണ് ഇനി നമുക്ക് ഡിറൈവ് ചെയ്യാൻ പഠിക്കാനുള്ളത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഷോർട്ട് ഡൈപോളിന്റെ ആയിരുന്നു. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 6 ഡെറിവേഷൻ ഉണ്ട് ഈ മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് 4ാമത്തെ ഡെറിവേഷനാണ്. ഷോർട്ട് വേവ് ഡൈപോളിന്റെ 3 ഡെറിവേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് ഹാഫ് വേവിന്റെ ഫസ്റ്റ് ഡെറിവേഷൻ ഫീൽഡാണ് നമ്മളിവിടെ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഹാഫ് വേവ് ഡൈപോൾ ആന്റിന എന്താണെന്ന് നോക്കാം. നമ്മൾ ഷോർട്ട് ഡൈപോൾ പറഞ്ഞു ലാംഡ/2 ലെങ്ത് ഒരുപാട് കുറവായിട്ടുള്ളതായിരുന്നു ഷോർട്ട് ഡൈപോൾ എന്ന് പറയുന്നത്. ഇവിടെ ഹാഫ് വേവ് ഡൈപോൾ ആന്റിന എന്ന് പറയുന്നത് അതിന്റെ ഫിസിക്കൽ ലെങ്ത് എപ്പോഴും λ/2 ആയിരിക്കും. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ആന്റിനയാണ് ഡൈപോൾ ആന്റിന എന്ന് പറയുന്നത്. പിന്നെ അതൊരു സിമെട്രിക്കൽ ആന്റിന ആയിരിക്കും. സിമെട്രിക്കൽ എന്ന് പറയുന്നത് 2 ends ആർ ഈക്വൽ പൊട്ടൻഷ്യൽ റിലേറ്റീവ് ടു മിഡ് പോയിന്റ്. അതായത് മിഡ് പോയിന്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് റിലേറ്റീവ് രണ്ടും ഈക്വൽ പൊട്ടൻഷ്യൽ ആയിരിക്കും നമ്മൾ എടുക്കുക. നമ്മൾ ഇനി ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹാഫ് വേവ് ഡൈപോൾ ആന്റിനയുടെ ഫീൽഡ് ആണ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഫീൽഡ് ഡെറൈവ് ചെയ്യാൻ നമുക്ക് ആദ്യമേ ഹാഫ് വേവ് ഡൈപോൾ ആന്റിന ഡയഗ്രം നോക്കാം. ഇതാണ് നമുക്ക് ഹാഫ് വേവ് ഡൈപോൾ ആന്റിന എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് Z=0 എന്ന് പറഞ്ഞ ഒരു ആക്സിസ് ആണ് നമുക്കിവിടെ പോകുന്നത്. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ λ/2 ആണ്. അത് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന Hഉം താഴോട്ട് വരുന്ന സെയിം H തന്നെയാണ് വരിക. ഈ റെഡിങ് കൊണ്ട് നമ്മൾ ഈ വരച്ചേക്കുന്നതാണ് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഷോർട്ട് ഡൈപോളിനകത്ത് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതുപോലെ തന്നെ ഏകദേശം കോൺസ്റ്റന്റ് ആണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇവിടെ λ/2 ആണ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എപ്പോഴും സിനുസോയിഡിലായിട്ടായിരിക്കും. സിനുസോയിഡ് എന്ന് പറഞ്ഞാൽ സൈൻ വേവ്, സിനുസോയിഡിലായിട്ടായിരിക്കും നമ്മൾ എടുക്കുക, ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്. സിനുസോയിഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള പോർഷൻ, അതായത് Z > 0 എന്ന് പറഞ്ഞാൽ +H ആണ്. അവിടെ വരുന്ന കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ Im sin β H - Z ആണ്. അതുപോലെ തന്നെ താഴോട്ട് Z വാല്യൂ <0 എന്ന് പറയുന്നത് -H വരും ആക്സിസ്. അവിടുത്തെ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ Im sin β H + Z ആണ്. അപ്പൊ നമ്മളിവിടെ P എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുക്കും. നേരത്തെ തൊട്ട് പഠിച്ച് നമ്മൾ പറയുന്നതാണ്. നമ്മളുടെ ഈ ഒരു DZ എന്ന് പറയുന്ന ഒരു ചെറിയ പോയിന്റ് എടുത്ത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടോട്ടൽ എലമെന്റിന്റെ ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ I എന്ന് പറയുന്ന കറണ്ട് IdZ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കറണ്ട് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സെന്ററിൽ നിന്ന് P വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ DZ ൽ നിന്ന് നമ്മൾ P യിലേക്ക് വരുമ്പോഴത്തേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ക്യാപിറ്റൽ R എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് R - Z cos θ. P എന്ന് പറയുന്നതാണ് നമ്മൾ എടുത്തേക്ക ഡിസ്റ്റന്റ് പോയിന്റ്. ഇത്രയാണ് നമുക്ക് ഹാഫ് വേവ് ഡൈപോളിന്റെ ഒരു ഡയഗ്രം എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുക. ഇനി നമ്മൾ ഇതിന്റെ ഫീൽഡ് ആണ്. ഫീൽഡ് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ്. അതായത് ഷോർട്ട് ഡൈപോളിന്റെ കേസിൽ നമ്മൾ ചെയ്ത പോലെയാണ് വെക്ടർ പൊട്ടൻഷ്യൽ വെച്ചെടുത്തായിരിക്കും നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ ഡൈപോളിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈപോൾ is fed at the center maximum radiation in the plane normal to the axis of the antenna എന്നാണ് പറഞ്ഞത്. അതായത് സെന്ററിലായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് റേഡിയേഷൻസ് കിട്ടുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ഈസ് അസ്യൂം ടു സിനുസോയിഡിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുവാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ +H ആക്സിസിലും -H ആക്സിസിലും നമുക്ക് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z < 0 ആകുമ്പോൾ I = Im sin β H - Z എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് വരുമ്പോൾ I = Im sin β H + Z എന്നാണ് നമ്മൾ. Im എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, മാക്സിമം കറണ്ടിനെയാണ് നമ്മൾ Im എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തേക്ക്. നമ്മൾ വെക്ടർ പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി തന്നെ ഷോർട്ട് ഡൈപോളിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറണ്ട് DZ എന്ന് പറയുന്നത് ആ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് P എന്ന് പറയുന്ന ഒരു ഡിസ്റ്റന്റ് പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ ഫീൽഡ് ചേഞ്ച് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പം ഷോർട്ട് ഡൈപോളിന്റെ കേസിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് AZ എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇത് വെരി സ്മോൾ ഡിസ്റ്റൻസ് ആയത് സ്മോൾ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെന്താ DAZ എന്നാണ് നമ്മൾ. അത് DZ എന്ന് പറഞ്ഞാൽ ചെറിയൊരു എലമെന്റ് അല്ലേ, ഇതല്ലേ കറണ്ട് എലമെന്റ് DZ എന്ന് പറഞ്ഞെടുക്കുക. ആ കറണ്ട് എലമെന്റ് DZ ആയതുകൊണ്ട് DAZ എന്നായിരിക്കും ആ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എടുക്കുമ്പോൾ എന്തായിരിക്കും μIdZ e⁻j β/4πr എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് വെക്ടർ പൊട്ടൻഷ്യൽ, ഹാഫ് വേവ് ഡൈപോളിന്റെ വെക്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. R നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞായിരുന്നു, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ IZ എന്ന് പറഞ്ഞ കറണ്ട് എലമെന്റും ആ ഡിസ്റ്റന്റ് പോയിന്റ് Pയും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞ് നമ്മളിവിടെ എടുക്കാറുള്ളത്.